നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ ഭൂചലനം 5.2 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മണിപ്പൂരിലെ ഭൂചലനത്തിൽ വളരെ നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിലെ മണിപ്പൂരിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത. വളരെ ഒരു ഭയം, ഭൂചലനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭയമുണ്ടാകും, ആശങ്കയുണ്ടാകും. എന്തായാലും 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതുപോലെ ജപ്പാനിൽ ഭൂചലനം ഉണ്ടായി. വടക്കൻ ജപ്പാനിൽ വൻ ഭൂചലനമാണ് ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയത്. അധികൃതർ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു. 3 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ രൂപപ്പെടാമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാണ്. തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 4:53 ഭൂചലനം ഉണ്ടായത്. അധികൃതർ സാഹചര്യമൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. തീരപ്രദേശത്തുള്ളവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. മാത്രമല്ല, ഈ തീരദേശ മേഖലകളിൽ നിന്നും പുഴയോരങ്ങളിൽ നിന്നും ഉടനടി സുരക്ഷിതമായ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ കെട്ടിടങ്ങളിലേക്കോ മാറണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. സുനാമി തിരമാലകൾ കാരണം നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ സുരക്ഷിതമായ ഇടം വിട്ടു പോകരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി അധികൃതർ നൽകിയിരുന്നു. വലിയ ഒരു ഭൂചലനമാണ് ജപ്പാനിൽ ഉണ്ടായത്. അതിശക്തമായ ഭൂചലനമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സുനാമി മുന്നറിയിപ്പ് കൂടി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ജപ്പാനിലെ വടക്ക് കിഴക്കൻ തീരത്ത് റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. മാത്രമല്ല, ഇന്ത്യൻ സമയം 1:22 ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. സമുദ്രത്തിനടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. സാൻഡിക് തീരത്ത് നിന്ന് 100 കിലോമീറ്റർ മാറിയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായത്. ഭൂചലനത്തിന് പിന്നാലെ പസഫിക് തീരങ്ങളിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകി. ഭൂമിശാസ്ത്രപരമായി ലോകത്തെ ഏറ്റവും സജീവമായ ഭൂകമ്പ അഗ്നിപർവ്വത മേഖലയായ റിംഗ് ഓഫ് ഫയറിന്റെ ഹൃദയഭാഗത്താണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. പസഫിക്, ഫിലിപ്പീൻസി, യൂറേഷ്യൻ, വടക്കേ അമേരിക്കൻ എന്നീ 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾ ചേരുന്ന ഇടമായതിനാൽ ജപ്പാനിൽ ഭൂചലനങ്ങൾ എപ്പോഴും പതിവാണ്. ഒരു വർഷം ചെറുതും വലുതുമായി ഏകദേശം 1500ഓളം ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്. ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സുനാമി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജപ്പാൻ അതീവ ജാഗ്രതയും പുലർത്തുന്നുണ്ട്. നിലവിലെ ഭൂചലനത്തിൽ ഇതുവരെ മരണങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. 20,000-ഓളം പേരുടെ ജീവനെടുത്ത 2011 മഹാഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും പശ്ചാത്തലത്തിൽ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. നമുക്കറിയാം, ജപ്പാനിലുണ്ടായ ഭൂചലനം ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു ഭൂചലനം ഉണ്ടായി. അതിനുശേഷം ഭൂചലനം എന്ന് കേൾക്കുമ്പോൾ ജപ്പാൻ നിവാസികൾക്ക് ഉറപ്പായിട്ടും ഒരു ഭയമാണ്. സുനാമി ഭീഷണി പൂർണ്ണമായും ഒഴിയുന്നതുവരെ ജാഗ്രത തുടരണമെന്നും കടൽ തീരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.